ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു കാര്യം നമ്മുടെ കോച്ചിനെ ബന്ധപ്പെട്ട ഒരു ചെറിയൊരു കാര്യം സംസാരിക്കാനാണ് നമ്മൾ ഇന്ന് വീഡിയോ ഇടുന്നത്. യെസ് ഗൈസ്, നമ്മൾ വീഡിയോ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഇവാൻ വുക്കോമനോവിച്ചിൻ്റെ കമ്പാക്കിനെ കുറിച്ചാണ്. പക്ഷേ എല്ലാവരും പറഞ്ഞാണ് ദാവീദ് കറ്റാല സ്ഥാനം ഒഴിഞ്ഞതും നാട്ടിലോട്ട് പോയതും ബാക്കി അതുമായി സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. അപ്പോൾ അടുത്ത് ഇനി ആരെയും കോച്ച് എന്നുള്ള ഒരു വലിയ തർക്കത്തിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നിൽക്കുന്നത്. അത് അവർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നതും ടീമിലേക്ക് വരും എന്ന് പറയുന്നതും ആഷ്ലി വെസ്റ്റ്വുഡാണ്. അപ്പോൾ അദ്ദേഹമായിരിക്കും മിക്കവാറും അടുത്ത മാച്ചുകളുടെ കോച്ച്. പക്ഷേ നമ്മുടെ ആശാൻ എത്രത്തോളം വരാൻ ചാൻസ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പക്ഷേ ആശാൻ ഒഫീഷ്യലി പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ഒരു ഫോൺ കോൾ മതി, അദ്ദേഹം ടീമിനെ പരിശീലിപ്പിക്കാനായി എത്തുമെന്നാണ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് വരണ്ട എന്നാണ് നമ്മുടെയൊക്കെ അഭിപ്രായം. എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഇതാണ്. ഏകദേശം ISLൻ്റെ പ്രതിസന്ധിയൊക്കെ മാറിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നമ്മുടെ ഇവാൻ വുക്കോമനോവിച്ചുമായിട്ട് ഇടയ്ക്ക് ഒരു ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായി നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓണറായിട്ട്. അതുകൊണ്ട് ഇവാൻ വുക്കോമനോവിച്ചിനെ എന്തായാലും ടീമിലോട്ട് കൊണ്ടുവരാൻ ചാൻസും ഇല്ല ഈ സീസണിൽ. എന്തായാലും അടുത്ത സീസൺ അത്യാവശ്യം നല്ലതായിട്ട് ISLൽ പ്രതിസന്ധിയൊന്നും ഇല്ല നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നേക്കാം. പക്ഷേ ആഷ്ലി വെസ്റ്റ്വുഡ് എത്ര വർഷത്തെ കോൺട്രാക്റ്റ് ആയിരിക്കും സൈൻ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കൊരു ഉറപ്പുമില്ല. പിന്നെ അദ്ദേഹം തന്നെ ആയിരിക്കും കോച്ചൊന്നും നമുക്കൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് എന്തായാലും നമുക്ക് കണ്ടറിയാം നമ്മുടെ അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ച് ആരായിരിക്കും. എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇവാൻ വുക്കോമനോവിച്ച് വരുമോ എന്നാണ്. പക്ഷേ ചാൻസ് വളരെ കുറവാണ്. 1% ചാൻസ് പോലും ഇല്ല ഇവാനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എന്തായാലും ആഷ്ലി വെസ്റ്റ്വുഡ് തന്നെയായിരിക്കും വരുന്ന കളികളിലെ കോച്ച്. അടുത്ത സീസണിൽ ചിലപ്പോൾ അദ്ദേഹം തന്നെയായിരിക്കും. അപ്പോൾ ഇതൊരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത്. പിന്നെ നമ്മളൊരു ചെറിയ സ്റ്റുഡിയോ പോലെ നമ്മൾ പുറകെ സെറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കണ്ടു കാണും. അപ്പോൾ നമ്മൾ വലിയ ബഡ്ജറ്റ് ഒന്നും ഇല്ല നമുക്ക്, അതുകൊണ്ട് ചെറിയ രീതിയിലൊക്കെ സെറ്റപ്പ് ചെയ്തതാണ്. ഇനി നമ്മളെല്ലാ വലിയ വീഡിയോസും ഇവിടെ ഇരുന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ സ്റ്റുഡിയോ എങ്ങനെയാണെന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്നാലും ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ദിസ് ഇസ് അഭിനവ് സൈനിങ് ഓഫ്.